മാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും നാട്ടിലുള്ള പുറമേയുള്ള അബ്രോഡിലുള്ള എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. ഇന്നലെ ഒരു സിനിമയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു, ദൃശ്യം. രാത്രിയായിരുന്നു. അപ്പൊ അതിന്റെ കണ്ട ക്ഷീണവും ഉറക്കക്ഷീണമൊക്കെ മുഖത്തുണ്ടാകും. അപ്പം അതൊന്നും മൈൻഡാക്കാതെ നമ്മൾക്ക് പുതിയൊരു തുടക്കത്തിലേക്ക്, പുതിയൊരു ദിവസത്തിലേക്ക്, പുതിയൊരു ടോപ്പിക്കിലേക്ക് നമുക്ക് കടന്നാലോ? ഓക്കെ. എന്തൊക്കെയുണ്ട് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ? സുഖാണോ? സുഖാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇപ്പോ ഈ ഒരു മാസം കഴിയാറായല്ലേ? കഴിഞ്ഞ 2 മാസമായിട്ട് നമ്മളുടെ വീട്ടിലുള്ള മക്കൾക്കൊക്കെ വെക്കേഷൻ ആയിരുന്നു. ഈ വെക്കേഷൻ സമയത്ത് നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുള്ള 1-2 കാര്യങ്ങൾ, ഇപ്പം സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ആഡുകള് അല്ലെങ്കിൽ എന്താ പറയാ ഇൻഫർമേഷൻസ് ആണ് കൂടുതലായിട്ട് കേട്ടിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് പറയാൻ കഴിയോ? പഠനവുമായിട്ട് ബന്ധപ്പെട്ടാണോ വെക്കേഷൻ ക്ലാസ്സിൽ? അതെ, പഠനവുമായി ബന്ധപ്പെട്ട്. അതാണ് ഞാൻ ഈ വെക്കേഷൻ സമയം എന്ന് ഞാൻ പറഞ്ഞത്. കൺഫ്യൂഷൻ വെക്കേഷൻ ആയിരുന്നു. ക്ലാസ്സുകൾ, ട്യൂഷൻ. ഈ വെക്കേഷൻ ക്ലാസ്സുകൾ അല്ലെ? അപ്പോ ഈ വെക്കേഷൻ ക്ലാസ്സിൽ പല പാരൻസും നമ്മളുടെയൊക്കെ ചുറ്റുവട്ടത്തുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ പഠിപ്പിച്ചിരുന്ന മക്കൾക്ക്, എല്ലാ മക്കളെയും അല്ലേ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒട്ടുമിക്ക മക്കളും അവരുടെ അക്കാദമിക്കില് ഇപ്പോൾ LKG കഴിഞ്ഞ് UKG എത്തി, അത് കഴിഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എത്തുന്ന സമയത്ത് പാരൻസ് ശ്രദ്ധിക്കുന്ന, ടീച്ചേഴ്സ് ശ്രദ്ധിച്ചിരുന്ന പല കാര്യങ്ങളും ഉണ്ടാകും. അന്ന് ടീച്ചേഴ്സ് കുറച്ച് കാര്യങ്ങൾ പാരൻസിനോട് പറഞ്ഞെങ്കിൽ കൂടി അത് പാരൻസ് നെഗ്ലക്ട് ചെയ്ത് ഒഴിവാക്കിയ ഒരു കാര്യം, അത് അടുത്ത ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ശരിയായിക്കോളും എന്ന് പറഞ്ഞ കാര്യം LKG UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡും കഴിഞ്ഞിട്ടും റെഡിയാവാത്ത ഒരു കാര്യം അല്ലെ? അതെന്താ? പഠനത്തിന്റെ പ്രയാസങ്ങളാണ്. തൻ്റെ മോന് അല്ലെങ്കിൽ തൻ്റെ മോൾക്ക് എഴുത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വരുന്നു, വായിക്കുന്നതിൽ ഒരുപാട് പ്രയാസങ്ങൾ വരുന്നു, മാത്സിൽ ഒരുപാട് പ്രയാസങ്ങൾ വരുന്നു. ഓക്കെ. അപ്പോ ഇതൊക്കെ ചില ടീച്ചേഴ്സ് ഒബ്സർവ് ചെയ്തിട്ട് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത് ചില പാരൻസിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ എല്ലാ പാരൻസും എന്തായിക്കൊള്ളണം എന്നില്ല. അത് അതേ രീതിയിൽ ആ ഒരു ടീച്ചർ പറഞ്ഞു കൊടുത്ത ആ ഒരു രീതിയിൽ എടുത്തുകൊള്ളണം എന്നില്ല. അപ്പൊ പറഞ്ഞു വന്നത്, ഈ ഒരു വെക്കേഷൻ സമയത്ത് നമ്മൾ കൂടുതലായിട്ടും കണ്ടിട്ടുള്ള വെക്കേഷൻ ക്ലാസ്സുകളായിരുന്നു. ഈ വെക്കേഷൻ ക്ലാസ്സിൽ കൂടുതലായിട്ടും അവരുടെ ലേണിങ്ങില് ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു അല്ലെ? ലേണിങ്ങില് പലതരത്തിലുള്ള പരസ്യങ്ങൾ കണ്ടിട്ടുണ്ട്. സാധാരണ ഒരു ട്യൂഷൻ സെന്ററില് ട്യൂഷൻ കൊടുക്കുക എന്നുള്ള ആ ഒരു കാര്യത്തില് ഇപ്പൊ നമ്മൾ കൂടുതലും അത്തരത്തിലുള്ള പഠന സെന്ററില് പരസ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളത് നിങ്ങളുടെ കുട്ടി ആക്ടിവിറ്റിയിലൂടെ പഠിക്കാം എന്നുള്ളതൊക്കെയാണ് അല്ലെ? കളിച്ചും ചിരിച്ചും രസിച്ചും പഠിക്കാം, ഞങ്ങൾ പഠിപ്പിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ വേണോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള പരസ്യങ്ങൾ നമ്മളുടെ ശ്രദ്ധയിലൊക്കെ പെട്ടിട്ടുണ്ടാകും. ഇനി പലപ്പോഴും ടീച്ചേഴ്സ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ തൻ്റെ മുന്നിലിരിക്കുന്ന മോളുടെയോ മോന്റെയോ കാര്യത്തിൽ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അത് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള കുട്ടികളുടെ നിങ്ങൾ എപ്പോഴെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കണേ. എൻ്റെ മോന് ഇപ്പൊ എന്താന്നറിയില്ല, ഭയങ്കര മടിയാണ് പഠിക്കാന്. അവനൊന്നിലും ശ്രദ്ധ കിട്ടുന്നില്ല. അവന് വായിക്കാന് പതുക്കെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. എഴുത്താണെങ്കിലും പറയാനും വയ്യ. അവന് ഒന്നുകിൽ വലിയ അക്ഷരങ്ങളിലാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു കുഞ്ഞതായിട്ടുള്ള അക്ഷരങ്ങൾ. ഒരു സെന്റൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അതില് ഒരു സ്പേസ് ഇടാതെ ഒറ്റയടിക്ക് എഴുതി പോവുക. അതിലൊരു ഫുൾ സ്റ്റോപ്പ് ഇല്ല, ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇല്ല, ഒന്നുമില്ല. അവനോട് എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ, ഒരു പാരഗ്രാഫ്, ഒരു കഥ കൊടുത്തിട്ട് അതിലെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ പോലും അവനത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല.
പല അക്ഷരങ്ങള് അവന് തിരിച്ചറിയാൻ പറ്റുന്നില്ല ടീച്ചറെ എന്നൊക്കെ പറഞ്ഞിട്ട് പാരന്റ്സിനോട് ടീച്ചേഴ്സിനോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അല്ലെ? എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? അതേപോലെ കൂട്ടാന്, കുറയ്ക്കാന്, ഹരിക്കാന് ഇത്തരത്തിലുള്ള സിമ്പിൾസുകള് എന്റെ മോൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ടീച്ചേഴ്സ് ഇങ്ങനെ ഒരു കംപ്ലൈന്റ്സ് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു? ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമില്ലെന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നമ്മളുടെ ഒരു പാസ്റ്റിലേക്ക് ചിന്തിച്ചാല്, നമ്മളുടെ സ്കൂൾ ജീവിതത്തിലേക്ക് നമ്മൾ ഒന്നൊരു എത്തി നോട്ടം നടത്തിയാല് നമ്മൾക്കല്ലെങ്കിൽ നമ്മളുടെ ഫ്രണ്ട്സില്, നമ്മളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പല ടീച്ചേഴ്സും പാരന്റ്സിനോട് പറഞ്ഞിട്ടുള്ള കാര്യം. അതോടൊപ്പം തന്നെ പാരന്റ്സിന്റെ കുറച്ച് ഒബ്സർവേഷൻസ് ഉണ്ട്. അതെന്തായിരിക്കാം? അവന് നല്ല എല്ലാ കാര്യങ്ങളും അവന് ഭയങ്കര ഉഷാറാണ് ടീച്ചറ്. പക്ഷെ പഠിക്കുന്നതിൽ മാത്രം അവൻ എന്താണെന്നറിയില്ല. ഭയങ്കര ഉഴപ്പാണ്, ഭയങ്കര മടിയാണ് അവന്. ഒരു എന്റെ ഫോണ് കേടുവന്നിട്ട് ഇങ്ങനെ ശരിയാക്കി തന്നു. അത് എങ്ങനെയാണ് ശരിയാക്കിയതെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. പക്ഷെ പഠിക്കുന്ന ഒരു കാര്യം അവനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതവന് മനസ്സിലാക്കാനോ അതവന് പറഞ്ഞു തരാനോ അത് വായിച്ചു തരാനോ പറ്റുന്നില്ല എന്നുള്ള ഇത്തരത്തിലുള്ള സെന്റൻസുകൾ നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് എനിക്കൊരു റിപ്ലൈ തരുമോ? അതിന് ഭയങ്കര പിടിവാശിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. യെസ്, കേട്ടിട്ടുണ്ടല്ലേ? കാരണം ഇത്തരത്തിലുള്ള മക്കൾക്ക്, പഠന പ്രയാസം അനുഭവിക്കുന്ന മക്കൾക്ക്, അവരുടെ കറക്റ്റ് ആയിട്ട് അത് ഡയഗ്നോസ് ചെയ്തിട്ടില്ല എങ്കിൽ അവര് സോഷ്യലി മിസ്ബിഹേവ് ചെയ്യാൻ കൂടുതൽ സാധ്യത കൂടുതലാണ്. അപ്പോഴാണ് പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കൂടുതൽ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഒരു ചെറിയൊരു അവയർനെസ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഒരു ടോപ്പിക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെ, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഒരു വാക്കാണ്, ഒരു ടേമാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഇത് ഒരു ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ്. അതിൽ കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ടുള്ളത് അക്കാദമിക് പരമായിട്ടുള്ള പ്രയാസങ്ങളാണ്. റീഡിങ്ങില്, റൈറ്റിങ്ങില്, മാത്സില്, പിന്നെ ഒരു എന്താ പറയാ, നമ്മള് കുട്ടികൾക്ക് കോർഡിനേഷൻ, അതായത് ഐ ഹാൻഡ് കോർഡിനേഷൻ, ഫൈൻ മോട്ടോർ സ്കിൽസിലൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് അല്ലെ? ഇതാണ് നമ്മൾ കൂടുതലായിട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യം. അതിനും ഉള്ളിലേക്ക് ഒന്നുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ റീസണിങ്ങില് പല പാരന്റ്സും പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ടീച്ചേഴ്സ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവന് ഓർമ്മയിൽ അങ്ങോട്ട് നിൽക്കുന്നില്ല ടീച്ചറിന്. അവന് എന്താ പറയാ, കേട്ട കാര്യമല്ല അവന് പറയുന്നത്. അതോടൊപ്പം തന്നെ അവന്റെ ഒരു ഷർട്ടിന്റെ ബട്ടൺ പോലും അവനത് കറക്റ്റായിട്ട് ഇടാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ എപ്പോഴെങ്കിലും പെട്ടിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. പോയോ? എല്ലാരും ഉറങ്ങിയോ? ആരുടെ ഒരു സൗണ്ട് കേൾക്കുന്നില്ല. നിങ്ങൾ ചാറ്റ് ബോക്സിൽ ചാറ്റ് ചെയ്താലും മതി. ഓക്കെ, നമ്മളെല്ലാവരും ഒട്ടുമിക്ക കേട്ടിട്ടുണ്ടാവുന്ന ഒരു കാര്യമാണല്ലേ? കാരണം നമുക്ക് എന്താ പറയാ, അപ്പം ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ഓഫ് ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, ഇനി അത് ആ കുട്ടിയുടെ ഇന്റലിജന്റിനെ ബാധിക്കും. ഇന്റലിജന്റ് കുറവായതുകൊണ്ടാണോ ആ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകാനുള്ള ഒരു കാരണം? അവരുടെ ഐക്യുവിന് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവോ? എന്താണ് നിങ്ങളുടെ ഒരു അത്? നിങ്ങളുടെ ഒരു അഭിപ്രായം? ഒന്നുകൂടെ പറയാവോ? കേട്ടില്ല. അതായത് നമ്മൾ പലപ്പോഴും പാരന്റ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, അവന്
ബുദ്ധി കൂടുതലാണ് അല്ലെങ്കിൽ ബുദ്ധി കുറവുണ്ടോ ടീച്ചറായാലും കുട്ടി പഠിക്കുന്ന കാര്യങ്ങളുടെ പിന്നോക്കം വരുന്ന സമയത്ത് പല പാരൻസും പറയുന്ന ഒരു കാര്യമാണ് അവന് പഠിക്കുന്നതിൽ മാത്രമാണ് പ്രയാസം, മറ്റു കാര്യങ്ങളിലൊന്നും പ്രയാസങ്ങളില്ല. അപ്പൊ ഉദാഹരണത്തിന് ഫോണ് കേടുവന്നു പാരന്റിന്റെ. അപ്പോ ഫോണ് കേടുവന്ന സമയത്ത് ആരുടെ അടുത്ത് കൊടുത്തിട്ടും അത് ശരിയാകുന്നില്ല. അപ്പൊ ആ ഫോണ് നന്നാക്കാൻ ഇവന്റെ അടുത്ത് കൊടുത്തപ്പോ അത് അവന് കറക്റ്റ് ആയിട്ട് നോക്കി അത് ശരിയാക്കി കൊടുത്തു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിച്ച ചോദ്യം അത് ആ പഠന ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം ആ കുട്ടിയുടെ ഇന്റലിജന്റിനെ അർത്ഥമാക്കുന്നതാണോ, അതായത് ഇന്റലിജന്റ് കുറയുന്നത് കൊണ്ടാണോ ഈ ഒരു പ്രയാസമുള്ളത്? അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ കൂടുതലായിട്ടും കേട്ടിട്ടുണ്ട് IQ എന്നല്ലേ. എന്താണ് IQ? IQ എന്ന് പറയുന്നത് ഇന്റലിജന്റ് കോഷ്യന്റ് ആണ്. അപ്പോ സാധാരണ ഒരു വ്യക്തിക്ക് അല്ലെ ഒരു ആൾക്ക് നോർമൽ IQ 90 മുതൽ 110 വരെയാണ്. അപ്പം എന്റെ ചോദ്യം ഇതാണ്, ഇത് ആ കുട്ടിയുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇന്റലിജന്റിനെ എന്തെങ്കിലും ബാധിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. അതിന് ലേണിംഗ് ഡിസബിലിറ്റിയും ഐക്യവും വേറെ അല്ലേ? അങ്ങനെയാണെന്ന് എനിക്ക് അതെ അതെ, തോന്നുന്നു. IQ വേറെയാണ്. നല്ല നല്ല ഐക്യു ഉള്ള കുട്ടികൾക്കും ചിലപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാം. അതാണ് എന്റെ ചോദ്യം, അതായിരുന്നു എന്റെ ചോദ്യം. അതായത് പലപ്പോഴും നമ്മളുടെ നോർമൽ IQ എന്ന് പറഞ്ഞത് 90 മുതൽ 110 വരെയാണ്. അപ്പം IQ നോർമലോ അല്ലെങ്കിൽ ആവറേജോ ആകുമ്പോൾ ചില മക്കൾക്ക് പലതരത്തിലുള്ള കഴിവുകൾ ഉണ്ടാകും അല്ലെ. പക്ഷെ അവർ ഭയങ്കര ക്രിയേറ്റീവ് ആയിരിക്കും, വരെ ഇന്റലിജന്റ് ആയിരിക്കും. എല്ലാം പല മേഖലകളിലും സ്പോർട്സ്, ആർട്സ്, ക്രാഫ്റ്റ് വർക്ക് അത്തരത്തിലുള്ള മേഖലകളിലൊക്കെ അവന് ഉഷാറായിരിക്കും അല്ലെങ്കിൽ അവൾ ഉഷാറായിരിക്കും. പക്ഷേ പഠനത്തിൽ മാത്രം ഒരു പ്രയാസം നേരിടുന്നതാണ് ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, പലപ്പോഴും പാരന്റ്സിന്റെ ഒരു കൺസേൺ ഉണ്ട്, ഇത് അവന് ബുദ്ധിക്കുറവ് കൊണ്ടാണോ ഇങ്ങനെ ഉണ്ടായത് അല്ലെ. പല പാരന്റ്സും, ഇപ്പൊ ഞാനൊരു റെമഡിയൽ ട്രെയിനർ ആയതുകൊണ്ടും ഈ ഒരു വെക്കേഷൻ വരെ നമുക്ക് ഒരുപാട് കുട്ടികൾ വന്നപ്പോൾ അവരുടെയൊക്കെ ഒരു പല പാരന്റ്സും ചോദിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ടാണ് ടീച്ചറെ ഇങ്ങനെ അവന് വന്നത്? അവന് മറ്റു മേഖലകളിലൊക്കെ ഉഷാറാണല്ലോ, പഠനത്തിൽ മാത്രം എന്താ ഇങ്ങനെ ഒരു പ്രയാസം നേരിടുന്നത്? ഓക്കെ, ഇനി ഇപ്പൊ പറഞ്ഞു വന്നത് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് അത് അവന്റെ ഇന്റലിജന്റിനെ മീൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അവന് പഠനത്തിൽ എവിടെയോ ഒരു പ്രയാസങ്ങൾ നേരിടുന്നു. ഇനി ആ ഏരിയകളൊന്ന് നമ്മൾ കോമൺ ആയിട്ട് കേട്ടിട്ടുള്ള ഒരു ഏരിയകളാണ്. ഓക്കെ, നമ്മുടെ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് റീഡിങ്ങിൽ ലാംഗ്വേജ് പ്രോസസ് ചെയ്യുന്ന സ്കില്ലില് പ്രയാസങ്ങൾ വരുന്നു ആ കുട്ടി നേരിടുന്നത്. അപ്പൊ ഡിസ്ലെക്സിയന്റെ ഒരു കോമൺ സിംറ്റംസ് ആണ് അത് വായിക്കുമ്പോൾ, ഞാൻ നേരത്തെ ഒരു തുടക്കത്തിലൊരു ചെറിയൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. വായിക്കുന്ന സമയത്ത് കുട്ടി ഫുൾ സ്റ്റോപ്പ്, ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ വിട്ടുപോകുന്നു എന്നുള്ളത്. ചില വാക്കുകൾ വിട്ടുപോവുക വായിക്കുന്ന സമയത്ത്, ഇപ്പോ ചില അക്ഷരങ്ങൾ വിട്ടുപോവുക, അല്ലെങ്കിൽ ചില അക്ഷരങ്ങൾ കൂട്ടിച്ചേർക്കുക, അല്ലെങ്കിൽ ചില വാക്കുകൾ കൂട്ടിച്ചേർക്കുക, ഇതെല്ലാം റീഡിങ്ങില് പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുടെ ഒരു സിംറ്റംസ് ആണ്. അതോടൊപ്പം തന്നെയാണ് ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. ഡിസ്ഗ്രാഫിയ എന്ന് പറയുമ്പോൾ കുട്ടികളുടെ എഴുത്തില് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഏരിയയാണ്. ഓക്കെ, അപ്പോൾ എഴുത്തില് കൂടുതലായിട്ട് നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും ടീച്ചേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇതെന്താന്ന് എന്റെ നോട്ട്ബുക്ക് കൊച്ചിയിൽ നിന്ന് കൊയിലാണ്ടിയിലേക്ക് എഴുതി വെച്ചിരിക്കുന്നത് അല്ലെ. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളൊരു വേർഡാണത്. അപ്പോ അവർക്ക് എഴുത്ത് കറക്റ്റ് ആവില്ല. അതോടൊപ്പം തന്നെ ചിലപ്പോൾ എഴുതുക വലിയ അക്ഷരങ്ങളായിട്ടായിരിക്കും, അതുമല്ലെങ്കിൽ ചെറിയ അക്ഷരങ്ങളായിട്ടായിരിക്കും. ഇപ്പൊ ABCD ഒക്കെ നമ്മൾ എഴുതാൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും എല്ലാതും കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും എഴുതിയിട്ടുണ്ടാവുക അവര്. ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അതിൽ തന്നെ സ്മോൾ ലെറ്ററും കൂടി കയറി വരിക.
അവരുടെ എഴുത്തിൽ വരിക. അപ്പോ അവര് നോക്കുമ്പോൾ അത് കറക്റ്റ് ആണ്. അപ്പൊ നമ്മള് അതോടൊപ്പം തന്നെ ഒരു കാര്യമുണ്ട്. ആ ഒരു എഴുത്ത് ഇപ്പൊ ABCD ആണ് നമ്മൾ എഴുതിപ്പിക്കുന്നതെങ്കിൽ അതിൽ പല ലെറ്റേഴ്സും അവർ തിരിച്ചെഴുതുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് C തിരിച്ചെഴുതുന്നു, PQ ആയിട്ട് എഴുതുന്നു, ചില മക്കൾ P9 ആയിട്ട് എഴുതുന്നു. കണ്ടിട്ടുണ്ടോ? MW ആയിട്ട് എഴുതുന്നത്, സ്മോൾ ലെറ്റർ B സ്മോൾ ലെറ്റർ D ആയിട്ട് എഴുതുന്നത്. ഇതെല്ലാം എഴുത്തിൽ വരുന്ന പ്രയാസങ്ങളാണ്. ചില മക്കൾ മാർജിൻ ഒന്നും ഉണ്ടാവില്ല, ഒറ്റയടിക്ക് അങ്ങോട്ട് എഴുത്തായിരിക്കും. അവർക്ക് മാർജിൻ ഇടണം എന്നുള്ള ആ ഒരു അറിവൊന്നും അവർക്ക് ഉണ്ടാവില്ല. അതോടൊപ്പം തന്നെ ഇടത് വലത് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാക്കുന്നതിൽ അവരുടെ എഴുത്തിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി. ഇനി അടുത്തതാണ് ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പോൾ മാത്സിൽ അവര് പ്രയാസം അനുഭവിക്കുന്ന ഒരു ഏരിയയാണ്. മാത്സ് എന്ന് പറയുമ്പോൾ നമ്പേഴ്സ് അല്ലെ, ഈ നമ്പേഴ്സിൽ 2 5 ആയിട്ട് എഴുതുന്നു, 21-നെ 12 ആയിട്ട് എഴുതുന്നു, അല്ലെങ്കിൽ 22-നെ അല്ല 22 അല്ല 32 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ 23 ആക്കിയിട്ട് തിരിച്ചെഴുതുന്നു. ഒരു കുട്ടി, ഞാൻ പഠിപ്പിച്ചൊരു കുട്ടി, ഞാൻ മാത്സിന്റെ നമ്പറുകൾ ഒന്ന് എഴുതുമോ ചോദിച്ചപ്പോ 1 to 20 വരെ എഴുതുമോ ചോദിച്ചപ്പോ അവര് കറക്റ്റ് ആയിട്ട് 1 2 3 4 5 ഒക്കെ എഴുതി. 9 എത്തിയപ്പോ അവൻ എഴുതിയത് P എന്ന്. 9 എത്തിയപ്പോ അവന് P എഴുതി. പിന്നെ 10 എഴുതി, 11 12 എഴുതുമ്പോ 21 എഴുതുന്നു, 13 എഴുതുമ്പോ 31 എഴുതുന്നു, 14 എഴുതുമ്പോ 41 എഴുതുന്നു. ഓക്കെ, അപ്പം അതോടൊപ്പം തന്നെ നമ്മൾ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ അതിന്റെ സിംബൽസ് തിരിച്ചറിയാതിരിക്കുക, മണി കൺസെപ്റ്റ് ഉണ്ടാവാതിരിക്കുക. ഇതൊക്കെ ആ ഒരു ഏജിനനുസരിച്ചിട്ടുള്ള അക്കാദമിക്കില് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ അഡീഷണൽ സബ്സ്ട്രാക്ഷൻ ഒക്കെ പഠിക്കുന്നത് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ് UKG മുതൽ ആണ് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത് അല്ലെ. അപ്പം അവിടെയൊന്നും UKG-യിൽ നമ്മൾ അത്ര തന്നെ അങ്ങോട്ട് ശ്രദ്ധിക്കൂല, കാരണം കുട്ടി ആദ്യം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടുമുള്ള പല പ്രയാസങ്ങളും കുട്ടിക്ക് ഉണ്ടാകാം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ C തിരിച്ചെഴുതുന്നത് ഉണ്ടാകാം, MW ആയിട്ട് എഴുതുന്നത് ഉണ്ടാകാം, P9 ആയിട്ട് എഴുതുന്നത് ഉണ്ടാകാം, 9P ആയിട്ട് എഴുതുന്നത് ഉണ്ടാകാം. ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, സെക്കൻഡ് സ്റ്റാൻഡേർഡ്, തേർഡ് സ്റ്റാൻഡേർഡിലേക്കൊക്കെ എത്തുമ്പോ ഇതേ പ്രയാസങ്ങൾ തന്നെ നീണ്ടു നിൽക്കുന്നു എങ്കിൽ ആ മോന് പഠനത്തിൽ പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ഡിസോർഡർ ആണ് ഓഡിറ്ററി പ്രോസസ് എന്ന് പറയുന്നത്. ഈ ഓഡിറ്ററി പ്രോസസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഒരു കാര്യം ഇംഗ്ലീഷ് ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് സൗണ്ട് വെച്ചിട്ടാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കുക, ലെറ്റേഴ്സ് പഠിപ്പിക്കുക. അപ്പൊ കുട്ടികൾക്ക് ഓരോ ലെറ്റേഴ്സിന്റെ സൗണ്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അവർക്ക് റീഡിങ്ങിലും റൈറ്റിങ്ങിലും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഈ കുട്ടിക്ക് സൗണ്ട് മനസ്സിലാക്കാൻ പറ്റാതിരിക്കും. ചിലപ്പോൾ മനസ്സിലാക്കുന്നുണ്ടാകാം, തിരിച്ചത് പറയുമ്പോൾ, തിരിച്ചത് എഴുതുമ്പോൾ ആ കുട്ടിക്ക് ഒരു കൺഫ്യൂഷൻ വരുന്നു. അല്ലെങ്കിൽ കുട്ടിയുടെ എന്താ പറയാ, ഇപ്പൊ B എന്ന് പറഞ്ഞ സൗണ്ട് നമ്മളിപ്പം ബാറ്റ് എടുക്കുകയാണ്, ബാറ്റ് ഡിറ്റേഷൻ ഇട്ടിട്ട് കുട്ടീനോട് എഴുതാൻ പറയുകയാണെങ്കിൽ കുട്ടി Bക്ക് പകരം, കുട്ടി സൗണ്ട് വെച്ചിട്ടൊക്കെയാണ് എഴുതുന്നത്, B A T എന്നൊക്കെയാണ് സൗണ്ട് വെച്ചിട്ടാണ് എഴുതുന്നത്. പക്ഷേ Bക്ക് പകരം കുട്ടി എഴുതുന്നത് D ആയിരിക്കും, സ്മോൾ ലെറ്റർ D. മനസ്സിലായോ? അപ്പോ എങ്ങനെയാണ് ഓഡിറ്ററി പ്രോസസ് ഡിസോർഡർ വരുന്നത് എന്ന് ആ സൗണ്ടുകൾ മനസ്സിലാക്കി കുട്ടി എഴുതുന്ന എഴുത്തിലുള്ള പ്രയാസങ്ങൾ. അതോടൊപ്പം തന്നെ ഇപ്പൊ ബാറ്റ് എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിക്കറ്റ് ബാറ്റും ഉണ്ട്, അതോടൊപ്പം തന്നെ വവ്വാലി എന്ന അർത്ഥം വരുന്ന വേർഡും ഉണ്ട് അല്ലെ. അപ്പം ഇത് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റായിക വരിക. ഇനി അടുത്തതാണ് നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി. നോൺ വെർബൽ എന്ന് പറയുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഫൈൻ മോട്ടോർ സ്കില്ലിലൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഇടത് വലത് അറിയാത്ത, വിഷ്വൽ സ്പേഷ്യൽ സോഷ്യൽ സ്കില്ലിലൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മക്കൾ. അപ്പം ഇതില് ഇത്തരം പ്രയാസങ്ങളൊക്കെ ഇപ്പൊ ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ,
അതോടൊപ്പം തന്നെ ഓഡിറ്ററി പ്രോസസ്സിംഗ് ഡിസോർഡർ, നോൺ വെർബൽ ഡിസോർഡർ, ADHD, ഇത്തരത്തിലുള്ള ഹെറ്ററോജീനിയസ് ഗ്രൂപ്പാണ് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള ഒന്നോ അതിൽ കൂടുതലോ ഡിസോർഡേഴ്സ് എന്തായാലും നിലനിൽക്കുന്നു എന്നുള്ളത്. അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മെമ്മറി പ്രയാസം, അല്ലെ, അറ്റൻഷന്റെ പ്രയാസങ്ങൾ ഉണ്ടാകാം, ഒക്കെ ഇതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇനി എന്തുകൊണ്ടായിരിക്കാം ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാകാനുള്ള കാരണങ്ങളൊന്ന് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഒരു ജനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കാം. വീട്ടില് ഒരു 7 തലമുറ വരെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കുട്ടികളെ അസസ്മെന്റ് നടത്തുന്ന സമയത്ത് പാരന്റ്സിനോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്നറിയാം, നിങ്ങളുടെ കുടുംബത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ അത് ഈ ഒരു 7 തലമുറ വരെ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു പ്രയാസം അനുഭവിച്ചിട്ടുണ്ടായിരുന്നോ, ഇത്തരത്തിലുള്ളൊരു ഡിസബിലിറ്റി ഒരു പ്രയാസങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ളത്. ഓക്കെ, കാരണം ഈ ജനറ്റിക് ഫാക്ടേഴ്സ് ആണ് ഉണ്ടാകുക. പിന്നെ അടുത്ത ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ പ്രസവത്തിൽ അമ്മയോടാണ് ചോദിക്കുക, നിങ്ങളുടെ പ്രസവത്തില് നിങ്ങളുടെ ആ ഒരു ഡെലിവറി ടൈമില് പ്രഗ്നൻസി പീരീഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരുന്നോ എന്നുള്ളത്. കാരണം ഒരു അമ്മ മോനെ അല്ലെങ്കിൽ മകളെ പ്രഗ്നൻസിയിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ഉണ്ടാകുന്ന മെന്റൽ കാര്യങ്ങളെല്ലാം, സ്ട്രെസ്, അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൂടെയാണ് ആ അമ്മ അല്ല പോകുന്നതെങ്കിൽ അത് ആ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ആ മകന് ആ അമ്മ അനുഭവിക്കുന്ന അതേ പ്രയാസങ്ങൾ ആ കുട്ടീനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം ഇതൊക്കെ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ പാരന്റ്സിനോട് ചോദിക്കുന്ന ഒരു കാര്യം. പിന്നെ അടുത്ത ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചുറീസ് ആ മോന് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആ മോൾക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ഓക്കെ, അതേപോലെ പ്രീമച്യൂർ ബർത്ത് ഒക്കെ നമ്മള് ഒരു അസസ്മെന്റ് ഷീറ്റിൽ നമ്മൾ ഉൾപ്പെടുത്താറുണ്ട്. കാരണം ഈ ഒരു സമയത്തൊക്കെ ഇങ്ങനെയൊക്കെയുള്ള ഓരോ ഘട്ടങ്ങളിലും ഈ കുട്ടീനെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മള് ലേണിംഗ് ഡിസബിലിറ്റി കുട്ടികളുടെ മാത്രമാണോ ഉണ്ടാവുക? അല്ല, അത് കുട്ടികളിൽ നിന്ന് തുടങ്ങി നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷൻ നടത്താതെ, കറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കാതെ, കറക്റ്റ് ആയിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കാതെ അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് അഡോളസൻസിലും അഡൾട്ടിലും വരെ ഈ ലേണിംഗ് പ്രയാസങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഏർലി ഇന്റർവെൻഷൻ ആണ് ഏറ്റവും നല്ലൊരു കാര്യം എന്നുള്ളതാണ്. നമ്മൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മളെ ശ്രദ്ധയിൽ ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ നമ്മൾ എപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്കറിയുന്ന അല്ലെങ്കിൽ നമ്മളുടെ മക്കളിലേക്ക് തന്നെ നമുക്കൊന്ന് നോക്കി അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡയഗ്നോസ് ഒക്കെ കറക്റ്റായിട്ട് നടത്തുമ്പോൾ അതിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനും ആ മോളെ അല്ലെങ്കിൽ ആ മോനെ നമ്മൾക്ക് ഒരു സപ്പോർട്ട് കൊടുത്തിട്ട് അവന്റെ പഠന രീതി എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി അവൻ എവിടെയാണ് പ്രയാസങ്ങൾ നേരിടുന്നത് അതിനനുസരിച്ചിട്ടുള്ള പഠന രീതികളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ജേണിയിലൂടെ അവനെ കൊണ്ടുപോയാൽ അവന് ലേണിങ്ങില് ഒരു പരിധി വരെ അവന്റെ ഈ ഒരു പ്രയാസത്തിന് തടയിടാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് ഡയഗ്നോസ് ചെയ്യാന്നുള്ളത്? ഡയഗ്നോസ് ചെയ്യുന്നത് ഒരു സൈക്കോളജിക്കൽ അസസ്മെന്റിലൂടെയാണ്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ് അത് ഡയഗ്നോസ് ചെയ്യുക. ഓക്കെ, സാധാരണ ടീച്ചേഴ്സ് ഫസ്റ്റ് നമ്മൾ അമ്മമാരാണ് ശ്രദ്ധിക്കുക, അല്ലെ? കാരണം കുട്ടികൾ കൂടുതലായിട്ട് നമ്മളുടെ കൂടെയാണ് ഉണ്ടാകുക. അപ്പൊ നമ്മൾ അമ്മമാരെ LKG UKG പ്രീ സ്കൂളിലെ സമയത്ത് നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ കൂടി അവിടെ നമ്മൾ പറയുന്ന ഒരു കാര്യം അടുത്ത ഒരു ക്ലാസ്സും കൂടി കഴിഞ്ഞിട്ട്, കാരണം കുട്ടി പഠിച്ചു വരികയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുട്ടി പഠിച്ചു വരുന്ന സമയത്ത് ഈ ഒരു പ്രയാസങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടെങ്കിൽ കൂടി അത് തുടർന്നു പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് അതിനെ ഒരു ലേണിംഗ്
പ്രയാസം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോ പാരന്റ് ആണ് ആദ്യം അത് കണ്ടെത്തുക. അത് കണ്ടെത്തി പാരന്റ്സും ടീച്ചേഴ്സും ആണ് ആദ്യം കണ്ടെത്തുക. കാരണം അമ്മയാണ് ആദ്യത്തെ ടീച്ചർ. സ്കൂളിലേക്ക് എത്തുമ്പോൾ ടീച്ചറാണ് ആദ്യത്തെ അമ്മ, അല്ലെ? അപ്പോ സ്കൂളില് ടീച്ചേഴ്സ് നോട്ട് ചെയ്യുന്നു, മോനെ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഇത്ര എത്ര പ്രയാസങ്ങളുണ്ട്, ഇന്ന ഏരിയയിൽ കുട്ടികൾ പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളത്. എന്നിട്ട് നമ്മൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ മുന്നിലിരിക്കുന്ന ആ മോനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇതെല്ലാം അവന്റെ അക്കാദമിക്കില് ഒരുപാട് പ്രയാസങ്ങൾ അവനെ അലട്ടുന്നു എന്നുള്ളതാണ്. ഈ പഠനത്തില് പ്രയാസം അനുഭവിക്കുന്ന കുട്ടികളുടെ കൂടുതൽ നമ്മൾ പഠനത്തിലുള്ളതായിരിക്കില്ല നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക. അവൻ ഭയങ്കര വാശിയാണ്, അവന് ഡിസ്ട്രാക്റ്റഡ് ആണ്. വരാന്തയിലൂടെ ആരെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ വേഗം അവന് അങ്ങോട്ടേക്ക് നോക്കി അങ്ങനെ ഇരിക്കും. അവിടെയുള്ള പുറത്തത്തെ സൗണ്ടുകൾ പെട്ടെന്ന് തന്നെ അവന് ക്യാച്ച് ചെയ്യുന്നു. അവന് കുട്ടികളായിട്ട് ഭയങ്കര വഴക്കുണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ അവന് അറ്റൻഷൻ പ്രയാസം, ഒന്നിൽ അവനൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെയാണ് നമ്മൾ പറയാ. അപ്പൊ അത് എന്തുകൊണ്ടാണ് എന്ന ഒരു ചോദ്യം, അതിന്റെ ഒരു കാരണമാണ് എന്ത്, നമ്മുടെ ഈ പഠന പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു കാരണങ്ങളൊക്കെയാണ് ഈ പഠന പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ നേരിടുന്നത് എന്നുള്ളതാണ്. ഓക്കെ. അതോടൊപ്പം തന്നെ ഒരു എഡ്യൂക്കേഷണൽ ഇവാലുവേഷൻ നടത്തണം എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ടീച്ചേഴ്സും പാരന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അവരെ ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് എന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് എത്തിയിട്ടുള്ള അച്ചീവ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവൻ കറക്റ്റ് ആയിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ എത്തുമ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലേക്ക് വേണ്ട കാര്യങ്ങൾ അവൻ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഓരോ സ്റ്റാൻഡേർഡിലേക്കും ഓരോ ലെവലിലേക്ക് അവന് പോകുമ്പോൾ ആ ലെവലില് അവന് വേണ്ടുന്ന കാര്യങ്ങൾ, പഠനത്തിൽ അവന് വേണ്ടുന്ന കാര്യങ്ങൾ അവൻ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് പറയുന്നത്. ഓക്കെ. പല കുട്ടികളുടെയും ഈ സ്പീച്ചിന്റെ ഹിയറിംഗിന്റെ ഒക്കെ പ്രയാസങ്ങൾ കൊണ്ടും കുട്ടികൾക്ക് പഠനത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കാറുണ്ട്. അപ്പോ ഏർലി ഇന്റർവെൻഷൻ ആണ് കുട്ടികളെ എന്ത് ചെയ്യുന്നത്, ഹെൽപ്പ് ചെയ്യുന്നത്. നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഇനി എങ്ങനെയാണ് നമുക്ക് അതിനെ മാനേജ് ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത്. അപ്പം അവരെ സപ്പോർട്ട് ചെയ്യാൻ നമ്മൾ നേരത്തെ തന്നെ കണ്ടെത്തി നമ്മളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്കൊരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ അവരുടെ പ്രയാസങ്ങൾ എങ്ങനെയാണ്, ഇപ്പം നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് എടുത്തു, ആ അസസ്മെന്റിനനുസരിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ട് നമ്മൾക്ക് കിട്ടുമ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ടാകും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ റെമഡിയൽ ടീച്ചിങ് വേണം എന്നുള്ളത്, സൈക്കോ എഡ്യൂക്കേഷൻ ടു പാരന്റ്സ് എന്നുള്ളത്. അപ്പം കുട്ടിയെ മാറ്റണമെങ്കിൽ പാരന്റ്സിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതാണ്. പല പാരന്റ്സിന്റെയും ഒരു കൺസേൺ എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് റെഡി ആവണം എന്നുള്ളത്. ഒരു റെമഡിയൽ ട്രെയിനറിനെ സംബന്ധിച്ചിടത്തോളം നേരിടുന്ന ഒരു പ്രയാസം എന്താണെന്ന് അറിയാം. ഈ അസസ്മെന്റും കാര്യങ്ങളും ഒക്കെ പാരന്റ് മനസ്സിലാക്കി എന്റെ കുട്ടിക്ക് ഇങ്ങനെയൊരു പ്രയാസം ഉണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ഒരു റെമഡിയൽ ട്രെയിനറിന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ 2-3 മാസങ്ങളൊന്നും കുഴപ്പമുണ്ടാവില്ല. അവരോട് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും അവര് മുന്നോട്ടേക്ക് പോവുക. അപ്പൊ ഈ 2-3 മാസം കഴിയുന്ന സമയത്ത് കുട്ടി കുറച്ചൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. ആ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അവന് അധികം അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പൊ അവന് കുറച്ച് അക്ഷരങ്ങളൊക്കെ അറിയാം, കുറച്ച് ചിഹ്നങ്ങളൊക്കെ അറിയാം. ഇപ്പൊ മലയാളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചിഹ്നങ്ങളൊക്കെ അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവന് അവന്റെ അക്കാദമിക് ഇപ്പൊ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെന്റൻസ് രീതിയാണ് ഉണ്ടാവുക. കുട്ടി ഒരു കഥ കൊടുക്കുന്നു, ആ കഥയിൽ കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും, ആ കഥ ടീച്ചേഴ്സ് പറഞ്ഞു കൊടുക്കുന്നു, എന്നിട്ട് കുട്ടി ആ ചോദ്യത്തിനുള്ള ഉത്തരം അതിൽ നിന്ന് തന്നെ കണ്ടെത്തി അതിൽ നിന്ന് തന്നെ നോക്കി എഴുതുക എന്നുള്ളതാണ്. അപ്പോ ഇത്തരത്തിലുള്ള പഠനത്തിൽ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് അവര് നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാല് അത് എന്താണ് അതിൽ കണ്ടന്റ് കൊടുത്തിട്ടുള്ളത്, ആ ഉത്തരം എവിടെയാണ് കിടക്കുന്നത് എന്നുള്ളതും ഒക്കെയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് കാര്യങ്ങൾ ഉള്ളിൽ അറിയായിരിക്കും, പക്ഷെ എഴുത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പോഴാണ് നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ റെമഡിയൽ ട്രെയിനേഴ്സിന്റെ അടുത്തേക്ക് വരുന്നു.
എന്നിട്ട് കുട്ടിക്ക് അക്ഷരങ്ങൾ അറിയണില്ല. അപ്പൊ അതൊക്കെ കറക്റ്റ് ആയിട്ട് അക്ഷരങ്ങളൊക്കെ എത്തി. ചില അക്ഷരങ്ങൾ കുട്ടികൾക്ക് ക്യാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ത എന്ന് പറഞ്ഞ അക്ഷരം കുട്ടി പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്യും. ത, ഡ, ന ഒക്കെ. പക്ഷെ ഇതൊക്കെ ഒരു വാക്കിലേക്ക് വരുമ്പോൾ കുട്ടി അവിടെ പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോ പന എന്ന് പറയുമ്പോ പ ന അല്ലെ. അപ്പൊ കുട്ടിക്ക് എഴുതാൻ എളുപ്പമാണ് പന, പ ന, ആ രീതിയിലാണ് ആ മോള് എഴുതുക. അങ്ങനെ വരുന്ന സമയത്ത് നായ എന്ന് പറയുമ്പോഴും കുട്ടിക്ക് മനസ്സിലാവണം ഈ ന എന്ന് പറയുന്നത് നായാണ് എന്ന്, അല്ലെ. അപ്പോ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ കുട്ടികള് ഈ അക്ഷരങ്ങളൊക്കെ ബേസ് അറിയാത്ത മക്കളുടെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ കട എന്ന് പറയുമ്പോ ഡ അവരെഴുതും, കാട എന്നെഴുതും. പക്ഷെ ടീച്ചർ എന്നെഴുതുമ്പോ ഈ ഡായുടെ ഉച്ചാരണം അവിടെ മാറി ടി എന്നുള്ളതിന്റെ ആ ഒരു ഒന്നുകൂടി ഒരു കട്ടി കൂട്ടുന്ന രീതിയിലുള്ള ഒരു ഉച്ചാരണമായി. അപ്പൊ കുട്ടികൾ എഴുതുക കൂട്ടക്ഷരത്തിലുള്ള ഠ എന്ന് പറഞ്ഞ അക്ഷരമായിരിക്കും. അതോടൊപ്പം തന്നെ ചില കുട്ടികൾ തന്നെ കണ്ടിട്ടുള്ളതാണ് ചെണ്ട എന്ന് എഴുതുമ്പോൾ ചെട എന്ന് എഴുതും, അല്ലെങ്കിൽ ചെട്ട എന്ന് എഴുതും. കണ്ടു എന്നുള്ളതിന് ചില മക്കൾ എഴുതുന്നതാണ് കട്ടു എന്നുള്ളത്. അത് ആ കുട്ടി കുട്ടിക്ക് അറിയാം അത് കണ്ടു എന്നാണ് അവൻ എഴുതിയത് എന്നുള്ളത്. പക്ഷെ അവിടെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു അവന് മനസ്സിലാക്കിയ അക്ഷരം മനസ്സിലാക്കിയതിലുള്ള ഒരു പ്രയാസം. അപ്പം റെമഡിയൽ ട്രെയിനേഴ്സ് നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഇതെല്ലാം റെഡി ആയിട്ട് വരുമ്പോ കുറച്ച് സമയം എന്തായാലും എടുക്കുമെന്നു എന്നുള്ളത്. പാരൻസിന് ഒരു 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടി ഇപ്പൊ കുറച്ച് അക്ഷരങ്ങൾ പഠിച്ചു, ഇനി സെന്റൻസ് രീതി ആവട്ടെ, ടീച്ചർ ഇനി സ്കൂളിലത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി കേട്ടോ, ഇനി ഈ ബേസ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് കുട്ടിക്ക് ലേൺ ചെയ്യാനുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ലേൺ ചെയ്യുന്നുമില്ല. അക്കാദമിക്കിലേക്ക് എത്തിയോ എന്ന് ചോദിച്ചാൽ അക്കാദമിക്കിലേക്ക് എത്തിയതുമില്ല. അപ്പോഴും എന്താണ് ഈ മോന് അല്ലെങ്കിൽ ഈ മോള് ഈ പ്രയാസങ്ങളൊക്കെ അവിടെ നേരിടുകയാണ് കറക്റ്റ് ആയിട്ടുള്ള ആ കുട്ടിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത്. ഓക്കെ, ഇനി സൈക്കോളജിക്കലി സപ്പോർട്ട് എങ്ങനെ നമ്മൾക്ക് കൊടുക്കാം? നേരത്തെ പറഞ്ഞ പോലെ മക്കൾക്ക് അല്ലെങ്കിൽ പാരൻസിന് ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കാം. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള സപ്പോർട്ട്, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ റീഎൻഫോഴ്സ്മെന്റുകളായിട്ട് നമുക്ക് കൊടുക്കാം. ഫാമിലിക്ക് ആണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും ഒരു ഗൈഡൻസും സപ്പോർട്ടും ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഓക്കെ, കൂടുതൽ അവർക്ക് ഇമോഷണലി സപ്പോർട്ടായിരിക്കും കൂടുതൽ വേണ്ടത്. മോനെ തെറ്റിക്കോട്ടെ, നീ ധൈര്യമായിട്ട് എഴുതിക്കോ എന്നാണ് ആ ഒരു വാക്ക് മതി. നിന്റെ തെറ്റുകളെല്ലാം ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു വാക്ക് മതി നമ്മൾക്ക് അവന്റെ ഒരു വിജയം കാണാനേ എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മടിയല്ല ഈ ഒരു പഠന പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾ നേരിടുന്നത്. ഓക്കെ, പലപ്പോഴും പാരന്റ്സും ടീച്ചേഴ്സും പറയാനുള്ള കാര്യം ഒരു മടിയാണ്, ഭയങ്കര കെയർലെസ് ആണ്. അതുകൊണ്ടല്ല, ആ കുട്ടി ആ ഓരോ സ്റ്റേജിലും എത്തുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എയിം ചെയ്യുന്നില്ല, അച്ചീവ് ചെയ്യാത്തത് കൊണ്ടാണ് ആ കുട്ടിക്ക് ആ പ്രയാസങ്ങൾ അനുഭവിക്കുന്നത്. അപ്പം ഒരു LKG UKG മുതലേ നമ്മൾ ഇത് ശ്രദ്ധയിൽപ്പെട്ട് നമ്മൾ അതിനുള്ള തിരുത്തലുകളൊക്കെ കൊടുത്തിട്ടും റെഡി ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് കൊടുക്കുക. എന്നിട്ട് അതിനുള്ള ഒരു സപ്പോർട്ട്. അവന് ചിലപ്പം ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടാകും, ഭയങ്കര വാശിയുള്ള കുട്ടികളുണ്ടായിരിക്കും, അറ്റൻഷൻ സ്പാൻ കുറവുള്ള കുട്ടികളുണ്ടായിരിക്കും. അപ്പോൾ ഈ അറ്റൻഷൻ സ്പാൻ കൂട്ടാൻ വേണ്ടിയിട്ട് ആക്ടിവിറ്റീസിലൂടെ ആ കുട്ടിയുടെ ലേണിംഗ് സ്റ്റൈൽ എങ്ങനെയാണോ ആ ലേണിംഗ് സ്റ്റൈലിനനുസരിച്ചിട്ട് ആ കുട്ടിയെ നമുക്ക് പഠിപ്പിച്ചു കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ, ഇനി ഓരോ കുട്ടികളും യുണീക്ക് ആണ് അല്ലേ. അപ്പം അവരുടെ ലേണിംഗ് സ്റ്റൈലും ഡിഫറെന്റ് ആയിരിക്കും. അപ്പം ഓരോ കുട്ടിയുടെയും സ്കില്ല് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരെ ബേസ് ആയിട്ടുള്ള കാര്യം, ഒരു വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം എഴുത്ത് വായന, ബേസിക് ആയിട്ടുള്ള എഴുത്തും വായനയും, ഇപ്പൊ ഒരു കടയിലേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടല് കുറയ്ക്കല്, കൂടുതൽ ഏതാ കുറവ് ഏതാ, അങ്ങനെയുള്ള മാത്സിലും എഴുത്തിലും
ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളത് അല്ലെ. പിന്നെ അവർക്ക് ഒരുപാട് സ്കില്ലുകൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇപ്പൊ പഠനത്തിന് പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോ അവര് സ്പോർട്സിൽ നല്ല മികവുണ്ടായിരിക്കും. ചില കുട്ടികൾ പാരന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവന് ഫുട്ബോളിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അവന് അത്രയും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ ക്രിക്കറ്റ്, ആർട്സിൽ, ക്രാഫ്റ്റ് വർക്കിലൊക്കെ. അപ്പൊ അവരുടെ സ്കില്ല് നമ്മൾ മനസ്സിലാക്കി ആ സ്കില്ലിനെ നമ്മൾ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ ഈ പഠനത്തിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ നമ്മൾക്ക് അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്താം എന്നുള്ളതാണ്. ഓക്കെ. അപ്പം നിങ്ങളുടെ ചുറ്റുവട്ടത്ത്, നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളില്, നിങ്ങളുടെ വീട്ടില്, നിങ്ങൾ ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ ഇതിലുണ്ടാവും. അപ്പം നിങ്ങൾക്ക് മുന്നിലിരിക്കുന്ന മക്കൾക്ക് ഒരു ഇത്തരത്തിലുള്ള പ്രയാസം എവിടെയെങ്കിലും അവര് നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ അത് ഐഡന്റിഫൈ ചെയ്യുന്നത് ആ സമയം മുതൽ ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ പാരന്റ്സിനോട് അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുക, പാരന്റ്സിന് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കുക, എന്നിട്ട് അവർക്ക് ആ കുട്ടിയുടെ ഒരു ക്ലിനിക്കൽ അസസ്മെന്റുകൾ എടുക്കാൻ പറയുക. ഓക്കെ. അപ്പോ അറിയാം ആ കുട്ടി ഏത് രീതിയിലാണ്, ഏത് ഏരിയയിലാണ് അവന് പ്രയാസം അനുഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷനും കാര്യങ്ങളും സപ്പോർട്ടും ഒക്കെ കൊടുക്കുമ്പോൾ അവന്റെ ജീവിതത്തിൽ ഒരുപാട് മുന്നേറ്റത്തിലേക്ക് അവന് എത്താൻ സാധിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവൾക്ക് എത്താൻ സാധിക്കുമെന്നോ എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മൾ ഓർക്കേണ്ട കാര്യം ഓരോ കുട്ടിയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും യൂണീക്കാണ്. അവരുടെ സ്കില്ല് നമ്മൾ മനസ്സിലാക്കി എന്ത് ചെയ്യുക, അവരെ റൈറ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത്. നമ്മൾക്ക് ചുറ്റുവട്ടത്ത് നമ്മളൊക്കെ കാണുന്ന പല ആക്ടേഴ്സ് ഉണ്ടാകും അല്ലെ. നമ്മൾക്ക് ചുറ്റുവട്ടത്തുമുള്ള ആളുകളെ നമ്മൾ അധികം ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ ഒന്നുകിൽ നമ്മൾക്ക് അറിയാത്തതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അത് എത്ര ശ്രദ്ധയിൽ കൊണ്ടുവരാത്തതായിരിക്കാം. പക്ഷെ ഈ സിനിമയിലേക്ക് വരുമ്പോൾ ആക്ടേഴ്സിന് അല്ലെങ്കിൽ ആക്ട്രസിനൊക്കെ നമ്മൾ കൂടുതലും നമ്മൾ എന്ത് ചെയ്യും, ശ്രദ്ധയിൽപ്പെടുത്തും. അപ്പം ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. ഇപ്പം അമിതാഭ് ബച്ചൻ, അഭിഷേക് ബച്ചന്, അതേപോലെ തന്നെ സച്ചിൻ ടെണ്ടുൽക്കറിനൊക്കെ ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, ഷാറുഖ് ഖാനൊക്കെ. പക്ഷെ അവരുടെ ഒരു സ്കില്ല് വേറെയാണ്. അവരുടെ ഒരു ക്രിയേഷൻ, അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി വേറൊരു രീതിയിലാണ്. അതുകൊണ്ട് ആ ഒരു മേഖല അവർക്ക് മനസ്സിലാക്കി അതിൽ മുന്നോട്ടേക്ക് പോയി എന്നുള്ളതാണ് അല്ലെ. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഓരോ വ്യക്തിയും യുണീക്കാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള അവർക്കൊരു മാറ്റങ്ങൾ നമ്മൾ കൊണ്ട് എന്ത് കാര്യങ്ങളാണോ അവർക്ക് സഹായിക്കാൻ പറ്റുന്നത് ആ ഒരു സഹായം, സപ്പോർട്ട് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ നമ്മൾക്ക് വിജയത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. നമ്മളുടെ സമയം 6:15 അപ്പം ഒരു സോറി പറയാണ്. ഓക്കെ. അപ്പോ ഞാൻ ഇന്നത്തെ ഈ ചെറിയൊരു സെഷന് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓക്കെ. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഫീഡ്ബാക്കുകൾ നിങ്ങൾ പറയാം. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും ഫീഡ്ബാക്കിനായിട്ട് ഞാൻ എന്താ പറയാ, ശ്രദ്ധ കൊണ്ടുവരികയാണ്. ഓക്കെ. താങ്ക് യു ഓൾ. താങ്ക് യു ഇന്ദിര മാം. നല്ലൊരു ടോപ്പിക്കാണ്. മാം പറഞ്ഞ പോലെ പലപ്പോഴും ഈ ലേണിംഗ് ഡിസബിലിറ്റി ആണ് തിരിച്ചറിയാറില്ല എന്നുള്ളതാണ് അല്ലേ. ഒരു സയന്റിഫിക് പ്രോപ്പർ ഗൈഡൻസ് വേണം, അല്ലെങ്കിൽ അഡീഷണൽ കെയർ വേണം എന്നുള്ളത് മനസ്സിലാക്കാതെ പലപ്പോഴും കുട്ടികൾ പുറകോട്ട് പോവാറുണ്ട്. അത് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കഴിയുമ്പോൾ ശരിയായിക്കോളും എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിന്റെ ആവശ്യമൊക്കെ നന്നായിട്ട് പറഞ്ഞു. താങ്ക് യു. എല്ലാവരും ഫീഡ്ബാക്കുകൾ പറയുക. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഒരു ക്ലാസ് ആയിരുന്നു, വളരെ ഡീറ്റെയിൽ ആയിട്ട് മാം പറഞ്ഞു. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ മുമ്പിൽ വരുന്നവരെ നമ്മൾ എങ്ങനെ ഡീൽ ചെയ്യുന്നത്. മാം ഒരു ടീച്ചറും കുട്ടിയായിട്ടുള്ള കുറെ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞ് നന്നായിട്ടുണ്ടായിരുന്നു. നമുക്കൊരു അവയർനെസ് കിട്ടി.
താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഗുഡ് മോർണിംഗ്. ഈദ് ഗുഡ് മോർണിംഗ് മുബാറക്. ഫാത്തിമ. ഇന്ദിര, അടിപൊളി സെഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ താങ്ക് ഇത് യു. ശരിക്കും ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന ആ ഒരു സ്ട്രെസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെ അധ്യാപകർക്ക് പോലും മിക്കവാർക്കും അത് തിരിച്ചറിയില്ല. അവരെന്ത് ചെയ്യും? പേരൻസും ആ കുട്ടികളെ അടിക്കും, പഠിക്കില്ല, അവന് ബാക്കി എല്ലാ കാര്യത്തിലും അവന് ഭയങ്കര ചുണയാണ് അല്ലേ? അങ്ങനെ പറഞ്ഞ് കുട്ടികളെ നമ്മൾ ഇതെന്താണ് യഥാർത്ഥ റീസൺ എന്നറിയാതെ മക്കളെ അടിച്ച് അവർ കൂടുതൽ സ്ട്രെസ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അധ്യാപകർക്കും പേരൻസിനും അവയർനെസ് ആണ് കൂടുതൽ വേണ്ടതെന്നാണ്. ഇപ്പോൾ വലിയ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ അപ്പം സിനിമാക്കാരുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, ഫഹദ് ഫാസിലിനൊക്കെ ADHD ഉണ്ടായിരുന്നു എന്ന് വളരെ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. അപ്പോൾ അതുപോലെ എല്ലാവർക്കും ഞാൻ കുറച്ച് പ്രായമുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്, ഒരു നേരം അടങ്ങിയിരിക്കാത്ത ചില ആളുകൾ. അപ്പം ഞാൻ വിചാരിക്കും ഇയാൾക്ക് ADHD ആയിരിക്കും എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിയിട്ടുണ്ട്. ശരിക്കും അത് നേരത്തെ കണ്ടെത്തിയാൽ അതിൻ്റെ ആ ഇന്റർവെൻഷനും നമ്മളുടെ ആ പഠന രീതികളും ഒക്കെ ഉപയോഗിച്ച് അവരെ പഠിപ്പിച്ചെടുത്താൽ ഒരു പരിധി വരെ ഇതിനെ കോപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവയർനെസ് പ്രധാനമാണ്. നിങ്ങളൊക്കെ അതിനു വേണ്ടി കൂടി ശ്രമിക്കുക. ഞാനൊരു അധ്യാപിക ആയിരുന്നത് കൊണ്ട് എനിക്കറിയാം, ഒരുപാട് കുട്ടികളെ ആവശ്യമില്ലാതെ പേരൻസ് ഇങ്ങനെ വന്ന് കംപ്ലൈന്റ് പറയും, ഒന്നും പഠിക്കില്ല, വീട്ടിൽ വന്നാൽ അവന് 4 കാലാണ് 4 തലയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ശരിക്കും ഈ പഠന വൈകല്യം തന്നെയാണ് ആ കുട്ടികൾക്ക് ഉണ്ടാവുക. അപ്പോൾ അതെല്ലാവർക്കും ഒരു ബോധവൽക്കരണം കൂടി ആകട്ടെ എന്ന് വിചാരിക്കുകയാണ്. ഇന്ദിരയ്ക്ക് അഭിനന്ദനങ്ങൾ ഈ ഒരു വിഷയമെടുത്തുകൊണ്ട് വന്നത്. താങ്ക് യു. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. നല്ല സെഷനായിരുന്നു. എല്ലാവരും പല കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. ഇതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ എല്ലാം വേറെ പറയാനാണ് പതിവ്. ഇപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി തന്ന നന്ദി. താങ്ക് യു മാം. പേര് കാണുന്നില്ല, അതാണ് ഞാൻ പേരെടുത്ത് പറയാന്. ഗുഡ് മോർണിംഗ് ഇന്ദിര മാം. ഗുഡ് മോർണിംഗ് ഹേമ മാം. ഈദ് മുബാറക് എല്ലാവർക്കും. വളരെ നല്ലൊരു സെഷൻ. ഒരുപാട് പേരൻസിനും ടീച്ചേഴ്സിനും കുട്ടികൾക്കും ഒക്കെ ഉപകരിക്കാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. എന്തായാലും എല്ലാവരും ഇത് മനസ്സിലാക്കി വരുന്നുണ്ട് ഇപ്പൊ കുറെയൊക്കെ. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോ കുറെ ഒക്കെ ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയുകയും അവരെ ഓരോരുത്തരുടെ അടുത്ത് കൊണ്ട് കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പണ്ടത്തേനേക്കാളും. എങ്കിലും വളരെ നല്ലൊരു ബോധവൽക്കരണം കിട്ടാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും സഹായിച്ചു. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് ഇന്ദിര മാം. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇനി ഇനി ആരെങ്കിലും ആരെങ്കിലും പറയുന്നുണ്ടോ? പറഞ്ഞു? ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. കൂടുതൽ സെഷനുകളും കേട്ട് ഇന്ദിരാ മാം വീണ്ടും വരിക. എല്ലാവരും ഫീഡ്ബാക്ക് ഗ്രൂപ്പിൽ അറിയിക്കുക. ഓക്കെ. ഇന്ദിരാ മാം ലീവ് ചെയ്യുന്ന സമയത്ത് എൻഡ് ഓൾ കൊടുക്കണേ. ഓക്കെ സർ. മാം ആണ് ഇപ്പൊ ഹോസ്റ്റ്. ഞാൻ ഇടയ്ക്കൊന്ന് ലെഫ്റ്റ് ആ ആയിപ്പോയി. അതെ, ഞാൻ ശ്രദ്ധിച്ചു. പിന്നെ ഞാൻ എന്താണെന്ന് അവിടെ ഫ്രണ്ട് എന്റെ തെറ്റ് എന്തോ. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. ബൈ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈദ് മുബാറക്. നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു. താങ്ക് യു.